ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ മാർക്ക് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല മാർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല മാർക്സ് തന്നെയാണ്. അപ്പോൾ അത് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ബെസ്റ്റ് ഒരു ടെക്നിക്കാണ് വൺ വേർഡുകൾ ഫുള്ള് കറക്റ്റാക്കുക. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് സ്കോറ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ത്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്ന് പറയണത്. അപ്പോൾ അത് ഇങ്ങനെ പോയാലും നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് കോമൺ ആയിട്ടുള്ള കുറേ വൺ വേർഡുകൾ ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ അതൊന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് വേണ്ട, ജസ്റ്റ് പാസ്സായി മതി എന്നുള്ളവർക്കും ഏറ്റവും കൂടുതൽ 10 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സബ്ജക്റ്റിൻ്റെ പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് റൂറൽ ആൻഡ് അർബൻ സോഷ്യോളജിയിലെ ഈ വൺ വേർഡ് ചോദ്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയും വരാം. അതായത് ഒറ്റ വാക്കിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഡയറക്റ്റ് ആരാണ് ഓഥർ, ആരാണ് ഇത് കോയിൻ ചെയ്തിരിക്കുന്നത്, ആരാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്, അങ്ങനെയുള്ള പേരുകളും എഴുതാൻ വരാം. അതിലുപരി കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ മനസ്സിലായത്, അതായത് നമുക്ക് വൺ വേർഡ് കുറച്ച് 1-2 സെൻറ്റൻസിൽ എഴുതാൻ പറ്റാവുന്ന ചോദ്യങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത്. എന്താണ് റൂറൽ സോഷ്യോളജി, 1-2 വാക്കുകളിൽ എഴുതുക. എന്താണ് അർബൻ സോഷ്യോളജിയുടെ അല്ലെങ്കിൽ അർബൻ സോഷ്യോളജിയുടെ പ്രത്യേകത എന്താണ്, സിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്, അതൊരു 2 പ്രത്യേകത എഴുതുക. ദെൻ ഒരു ഡെഫിനിഷൻ, ഏതെങ്കിലും ഡിഫ്യൂഷൻ സാനിറ്റൈസേഷൻ്റെ ഒക്കെ ഡെഫിനിഷൻ എപ്പോഴും ചോദിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഡെഫിനിഷൻസ് എഴുതുക. ഫാമിലിസം എന്താ, ദെൻ ഇന്ന ആർട്ടിക്കിൾ പ്രകാരം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ദെൻ SC/ST സെപ്പറേറ്റ് ഷെഡ്യൂളുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, ടൈപ്സ് ഓഫ് സെറ്റിൽമെൻറ്റ്സ് ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് സിറ്റീസ് ഏതൊക്കെയാണ്, ഇന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹിം ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ്ലി ഓഥർ ആരാ അങ്ങനെ ചോദിക്കുന്നതിനെക്കാട്ടും ഉപരിയായിട്ട് ഇങ്ങനെയുള്ളതൊന്ന് ചെറുത് നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് നമ്മുടെ ഷോർട്ട് എസ്സേയിലും എഴുതാം, എസ്സേ ക്വസ്റ്റ്യൻസിലും എഴുതാം. നമുക്ക് എങ്ങനെ പോയാലും ഒരു ഇൻട്രോയും ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എസ്സേക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഞാനത് പയറ്റി തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ പണ്ട് മുതലേ ചിന്തിച്ചു വന്നിട്ടുള്ള ഒരു തെറ്റായ ധാരണ എന്താ അറിയോ, ടെക്സ്റ്റിലുള്ളത് അങ്ങനെ കാണാതെ പഠിച്ചു വെച്ച് അങ്ങോട്ട് വിഴുങ്ങി അതുകൊണ്ട് പുറന്തള്ളുക. ആസ് എ PG സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റിലുള്ള അതേ പോയിൻ്റാണോ നിങ്ങൾ എഴുതുന്നത് അല്ല, മെയിൻ ഹെഡിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലവർ ഡിഫൈൻ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ എഴുതണം. അത് നമ്മുടേതായ ഭാഷയിലേക്ക് നമ്മുടേതായ രീതിയിലേക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അതല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളത് കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചു വയ്ക്കാം. റൂറൽ സോഷ്യോളജി എന്താണെന്നുള്ളത് കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, മീനിങ് ആണ് കേട്ടോ പറയണത്, അത് നമ്മുടേതായ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കറൻറ്റ് സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരുന്നു, എങ്ങനെ അത് ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് കോപ്പപ്പ് ചെയ്ത് പോകുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇൻഡയറക്റ്റ്ലി ചോദിക്കുമ്പോൾ നമ്മുടെ വ്യൂ പോയിൻറ്റ്സിൽ എഴുതിയാൽ മതി. ഒക്കെ അല്ലാതെ കാണാതെ പഠിച്ച് നമ്മൾ കുഞ്ഞു പിള്ളേർ ചെയ്യുന്നത് പോലെ അതങ്ങനെ പഠിച്ച് അങ്ങനെ വിഴുങ്ങി അത് പുറന്തള്ളുക, അങ്ങനത്തെ ആവശ്യമില്ല. അതൊക്കെ പണ്ട് കാലത്ത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പോയിൻ്റ് കറക്റ്റ് ആ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക.